എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്നിവിടെ അനുസരണത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 5:19. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇവിടെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എന്ന് കാണുന്നു. ഇവിടെ ആരാണ് അനുസരിച്ചത്? ആരാരെയാണ് അനുസരിച്ചത്? പുത്രനായ യേശു പിതാവായ ദൈവത്തെയാണ് അനുസരിച്ചത്. അതുകൊണ്ട് പാപത്തിന്റെ കുഴിയിൽ താണുപോയ അനേകരെ രക്ഷിപ്പാൻ സാധിച്ചു. അനുസരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അനുസരണക്കേട് അതിന്റെ മറുവശമാണ്. അതേ വാക്യത്തിൽ തന്നെ കാണുന്നു, ഏകന്റെ അനുസരണക്കേടിനാൽ ജനം പാപികളായി തീർന്നു എന്ന്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദാം അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് ജനം പാപത്തിന്റെ കുഴിയിൽ വീണുപോയത്. ആ വീണുപോയവരെയാണ് കർത്താവിന്റെ അനുസരണത്താൽ വീണ്ടെടുത്തത്. അനുസരണക്കേട് കാണിച്ച അനേകരെ നമുക്കറിയാം. യോന അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടിരുന്ന കപ്പൽ താഴേക്ക് പോവേണ്ടി വന്നത്. വചനം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതെന്ന്. കുഞ്ഞുങ്ങളായ നമ്മളോടും പറഞ്ഞിരിക്കുന്നു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിനെന്ന്. ആകയാൽ അനുസരണക്കേട് കാണിച്ച് വീണുപോയവരുടെ കൂട്ടത്തിലല്ല, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശുവിനെ പോലെ വചനത്തെ അനുസരിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ആമേൻ.